ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 2 മലയാളമാണ്. മലയാളത്തിലേതാണ് പാഠം 1 മാനത്തും താഴത്തും. അപ്പം നമുക്ക് നോക്കാം. മാനത്തും താഴത്തും അത് അങ്ങനെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അതായത് ആകാശത്തിലെയും ഭൂമിയിലെയും അത്ഭുത കാഴ്ചകളെക്കുറിച്ചുള്ള ചെറിയൊരു കവിതയാണ് അല്ലേ. ആരുടെ കവിതയാണ്? ആരാണ് ഈ കവിത എഴുതിയത്? ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ മുഴുവൻ പേരറിയാമോ? എന്താണ് മുഴുവൻ പേര്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ്. എന്താണ് ONV കുറുപ്പിൻ്റെ ഫുൾ നെയിം എന്താണ്? മുഴുവൻ പേരെന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. അദ്ദേഹം ഏത് കേരളീയനാണ്? എവിടെ ജനിച്ചത്? കൊല്ലത്ത് ചവറയിലാണ്. അപ്പോൾ ഇതൊക്കെ മതി ഏകദേശം നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ONV കുറുപ്പിനെ കുറിച്ചുള്ള. പിന്നെ അദ്ദേഹം ജനിച്ചത് 1931 മരിച്ചത് 2016. 84 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഓക്കെ, ഇത്രയും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മതി. അത് വേണ്ട നിങ്ങൾക്ക്. എന്താണ് ഇത്? ആരെഴുതിയ കവിതയാണ്? ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ മുഴുവൻ പേരെന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, നമുക്ക് പഠിക്കാം. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, താരകൾ തെളിയും മാനത്ത്, താമര വിരിയും താഴത്ത്, മാരിവില്ല് മാനത്ത്, മാനും മയിലും താഴത്ത്. അപ്പോൾ നോക്കിയോ, അമ്പിളി ചിരിക്കും മാനത്ത്. അതായത് ആകാശത്തിൽ ആരാണ് രാത്രിയാകുമ്പം നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്പിളി അമ്മാവൻ. അതായത് ചന്ദ്രൻ അല്ലേ. അമ്പിളി അമ്മാവൻ മേളിൽ നിന്ന് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്ത് ഭൂമിയിൽ ആരാ ചിരിക്കുന്നത്? തുമ്പപ്പൂ കണ്ടിട്ടുണ്ട് എല്ലാവരും. നമ്മൾ ഈ ഓണ സമയത്ത് അത്തപ്പൂ ഇടാൻ വേണ്ടി എടുക്കുന്ന വെള്ള ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടിയിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു പൂ. ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു വെള്ള കുഞ്ഞു പൂവാണ് ആര്? തുമ്പ. അമ്മയോടോ അച്ഛനോടോ പറഞ്ഞാൽ തുമ്പച്ചെടി കാണിച്ചു തരാം. ഇനിയിപ്പം ഈ ഓണ സമയത്തൊക്കെ തുമ്പ ശരിക്കും പൂത്ത് കാണും. അടുത്ത് നോക്കിയോ, സൂര്യൻ ഉദിക്കും മാനത്ത്. സൂര്യ എവിടെയാണ് ഉദിക്കുന്നത്? മാനത്ത്. സൂര്യകാന്തികൾ താഴത്ത്. സൂര്യകാന്തി പൂ അറിയാമല്ലോ എല്ലാവർക്കും, സൺഫ്ലവർ. സൂര്യകാന്തി എവിടെയാണ്? താഴത്താണ്. താരകൾ തെളിയും മാനത്ത്. അപ്പോൾ ആകാശത്ത് ആരൊക്കെയായി? അമ്പിളി അമ്മാവനായി, ചന്ദ്രനായി, പിന്നെ അടുത്ത ആരായി? സൂര്യനായി. ഇനി അടുത്ത് വേറെ ആരുണ്ട് അവിടെ ആകാശത്ത്? നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, താരകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. താരകൾ തെളിയും മാനത്ത്. നക്ഷത്രങ്ങൾ എന്തെയാണ്? ആകാശത്ത് തെളിയുന്നു. താമര വിരിയും താഴത്ത്. താമര എവിടെയാണ് നമ്മൾ കാണുന്നത്? ഭൂമിയിൽ അല്ലേ. കുളത്തിൽ ഒക്കെയാണ് നമ്മൾ ആരെ കാണുന്നത്? താമര. മാരിവില്ല് മാനത്ത്. അടുത്ത് പിന്നെ ആരാണ് മാനത്ത് കാണുന്നത്? മാരിവില്ല് എന്ന് പറഞ്ഞാൽ ആരാണ്? റെയിൻബോ, മഴവില്ല്. അതിനെയാണ് മാരിവില്ലെന്ന് പറയണം. മാരിവില്ല് മാനത്ത്, മാനും മയിലും താഴത്ത്. ഭൂമിയിൽ ആരടുത്ത് കാണുന്നു? മാനും മയിലിനെ. അപ്പോൾ ആകാശത്ത് ആരൊക്കെയാണ് നമ്മൾ കണ്ടത്? അമ്പിളി, സൂര്യൻ, താരകൾ, മാരിവില്ല്. അതായത് ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, മഴവില്ല്. ഇവരെയൊക്കെയാണ് നമ്മൾ എവിടെ കാണുന്നത്? ആകാശത്ത് കാണുന്നതും. താഴെ ആരൊക്കെയാണ്? ഭൂമിയിൽ ആരൊക്കെ കണ്ടു നമ്മൾ? തുമ്പ, സൂര്യകാന്തി, താമര, മാനും മയിലും. അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ താഴെ കണ്ടത്. അപ്പോൾ നല്ല കുഞ്ഞു കവിതയല്ലേ, എല്ലാവരും നോക്കിക്കോ. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, താരകൾ തെളിയും മാനത്ത്, താമര വിരിയും താഴത്ത്, മാരിവില്ല് മാനത്ത്, മാനും മയിലും താഴത്ത്. അപ്പോൾ ഓക്കെ, കുഞ്ഞു കവിതയാണ്, എല്ലാവരും പാടി പഠിച്ചോ. ഒരു 4 വരി നിങ്ങൾക്ക് എഴുതി പഠിക്കേണ്ടി വരും. ഓക്കെ, 4 വരി കംപ്ലീറ്റായിട്ട് നല്ല രീതിയിൽ എഴുതി പഠിച്ചോളണം. ഓക്കെ, താങ്ക് യു. ഈ ചാപ്റ്റർ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ
എന്നെ സപ്പോർട്ട് കൂടെ ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രം പോരാ, അവരുടെ അടുത്ത് സബ് കൂടെ ചെയ്യാൻ പറയണം. ഓക്കെ, താങ്ക് യു.